നമസ്കാരം. അഫ്ഗാനിസ്ഥാനിൽ നിന്നൊരു പ്രത്യേക രുചി കാബൂളി പുലാവ്. ഏകദേശം നമ്മുടെ ബിരിയാണി പോലെ ഇരിക്കും, അത്രയ്ക്ക് അങ്ങോട്ട് സ്പൈസി അല്ല. നാലഞ്ചോ ഏലക്ക നമുക്കൊന്ന് എണ്ണ ചൂടാക്കി എടുക്കുക. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഫ്രൈഡ് ഒനിയൻ, ഗരം മസാലപ്പൊടി, ഈ മട്ടൻ്റെ ലെഗ്സ് അല്ലെങ്കിൽ ലാം ഷാങ്ക്സ് ആണ് ഇതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ലാം ഷാങ്ക്സ് ആണ്. നമുക്ക് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചത് സിമ്മറിൽ, അതായത് ചെറിയ തീയിലൊരു 2-2.5 മണിക്കൂർ ഇതൊന്ന് വെന്തെടുക്കണം. ഇത് അത്രയ്ക്കൊരു സ്പൈസി ഡിഷ് അല്ലാത്തതുകൊണ്ട് ഇതിനകത്തേക്ക് ഒരുപാട് മസാലകളും പൊടിയൊന്നും ചേർക്കാറില്ല. പക്ഷേ ആർക്കെങ്കിലും അല്പം എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകോ മുളക് പൊടിയോ ഒക്കെ ഇപ്പം വേണമെങ്കിൽ ചേർക്കാം. ഞാൻ 2-3 ബേ ലീഫും കുരുമുളകും ചേർക്കാൻ പോവാണ്. ഇനി ഇതിലേക്കുള്ള ചോറ്, ആ ബാസ്മതി റൈസ് ഏകദേശം 75% വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതൊന്ന് ഊറ്റിയെടുത്ത് വെക്കാം. ഫുള്ള് വേവരുത്. ലാമ്പ് ഏകദേശം 2 മണിക്കൂർ ചെറിയ തീയിൽ നിന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പീസുകളൊന്ന് പറക്കി മാറ്റി വെച്ചിട്ട് ഈ ചാറ് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഏകദേശം ഒരു 2-3 കപ്പാക്കി കുറച്ച് കൊണ്ടുവരണം. അതുപോലെ ഈ ചാറോടി ഇരുന്ന് കുറുകുന്ന സമയത്ത് നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തതിന് ശേഷം ഇത്തിരി നെയ്യ് ചൂടാക്കി നമുക്കിതൊന്ന് ലൈറ്റായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അല്പം ഷുഗറും വേണം. ഈ ഷുഗർ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഈ ക്യാരറ്റിന് നല്ലൊരു ഗ്ലേസ് വന്നുള്ളൂ. ഒത്തിരി അങ്ങ് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഇത് ഈ ചോറിൻ്റെ കൂടെ ഇനിയും കിടന്ന് വേവാനുള്ളതാണ്. ഇനി വേണ്ടത് കാഷ്യൂസ്, റൈസിൻസ്. ഇനി ലാമ്പ് വന്നെടുത്ത് വെള്ളം അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോക്ക് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇത് അരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിത് അരിക്കുന്നത് ഇതിനകത്ത് ഏലക്കായും ബേ ലീവ്സൊക്കെ ഒന്ന് മാറ്റിക്കളയാൻ വേണ്ടിയിട്ടാണ്. പിറക്കി മാറ്റിയാലും കുഴപ്പമില്ല. ഈ ഏലക്കായും വറുത്തെടുത്ത സവോളയും അതുപോലെ തന്നെ സ്പൈസസ് ഒക്കെ കൂടെ ഈ ലാമ്പിൻ്റെ സ്റ്റോക്കിൽ കിടന്ന് തിളച്ച് നല്ലൊരു ഫ്ലേവറാണ് ഇതിന് വന്നേക്കുന്നത്. ഇനി ഈ പാത്രത്തിൻ്റെ ഏറ്റവും അടിയിൽ മട്ടൻ കാലുകൾ നിരത്തി വെച്ചിട്ട് അതിന് മുകളിൽ അല്പം ക്യാരറ്റ്, പിന്നെ അതിന് മുകളിലേക്ക് റൈസ്. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഈ മട്ടൻ കാലുകൾ കരിയോ അല്ലെങ്കിൽ പാത്രത്തിൽ പിടിക്കുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിൽ അതിനൊരു പണിയുണ്ട്. ഇതുപോലെ ഉരുളക്കിഴങ്ങ് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഈ നമ്മൾ കുക്ക് ചെയ്യാനുള്ള ചട്ടിയുടെ ഏറ്റവും അടിയിൽ ഇതുപോലെ നിരത്തി വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഈ മട്ടൻ കാലുകൾ വെക്കുകയാണെങ്കിൽ ഇത് പാത്രത്തിൽ പിടിക്കുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നെയ്ക്കകത്ത് അല്പം ജീരകം പൊട്ടിച്ച് ഞാൻ ഈ ചോറിന് മുകളിലേക്ക് ഒന്ന് ചേർക്കാൻ പോവാണ്. ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയിൽ ഈ ജീരകം ചേരുന്നില്ല. ഞാൻ ഈ മട്ടൻ്റെ അധികം സ്ട്രോങ് ഫ്ലേവർ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ ചെയ്യുന്നതാണ്. അത് ഇഷ്ടമുള്ളവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കുറച്ചുകൂടി ക്യാരറ്റും കാഷ്യും നമ്മൾ വറ്റിച്ചെടുത്ത ഈ സ്റ്റോക്ക് ചോറിന് മുകളിലേക്ക് ഒഴിക്കാം. ഇനി ഫൈനലി നമ്മളൊരു ക്ലീൻ ടവൽ വെച്ചിട്ട് വേണം അതൊന്ന് കവർ ചെയ്യാൻ. അതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ ഇത് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. നമ്മുടെ കാബൂളി പുലാവ്, അഫ്ഗാനിസ്ഥാനിലെ പ്രത്യേക വിഭവം, റെഡി ആയിട്ടുണ്ട്. പിന്നെ മട്ടനൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം, നല്ല പഞ്ഞി പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വലിയ മസാലയുടെ എപ്പിസോഡ് കണ്ട് എല്ലാവർക്കും നന്ദി.